രാവിലെ ഒരുങ്ങി റെഡിയായിട്ട് ഞാനും ഇക്കായും കൂടെ ഇവിടെ അടുത്തുള്ളൊരു സൂക്ക് വരെ പോവുകയാണേ. സൂക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, 1-2 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ATM ന്ന് ഇക്കയുടെ ATM കാർഡ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഉംറയ്ക്ക് മക്കത്ത് പോയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ വെച്ച് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുതിയ ATM കാർഡ് എടുക്കണം, കാരണം ATM ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. ഇവിടെ ATM കാർഡ് എടുക്കാനുണ്ടല്ലോ ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. നമ്മളെ നാട്ടിലെ പോലെ ആപ്ലിക്കേഷൻ കൊടുത്ത് പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് അതുപോലെ അങ്ങനെ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സൊന്നുമില്ല. ഇവിടെ നേരെ ATM പോവുക, ബാങ്കിൽ പോലും കാരണം നേരെ ATM പോവുക, എന്താ ATM ഉള്ള ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, എല്ലാ ബാക്കി ഇക്കാമ കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കുക, ഒരു 10 മിനിറ്റ് ATM കയ്യിൽ കിട്ടും. നമ്മളെ നാട്ടിലെ പോലെ അത്ര റിസ്ക് പരിപാടിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ എന്നല്ലേ നമ്മളെ നാട്ടിൽ പുരോഗമിക്കുന്നത്, എന്നാണോ എന്തോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ATM നിന്ന് കുറച്ച് പൈസയൊക്കെ എടുത്ത്, കുറച്ചൊന്നുമില്ല, ഒരു 50 റിയാൽ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ടാക്സിക്ക് കൊടുക്കണമല്ലോ. അങ്ങനെ 50 റിയാൽ എടുത്ത് കയ്യിലൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഉമ്മ ദോശ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉമ്മ പോണതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഇടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. എപ്പോഴും വിചാരിക്കും വോയിസ് ഓവർ കൊടുക്കണം, പിന്നെ മടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ പൊറോട്ട, മുട്ടക്കറി, ബൂസ്റ്റ് അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക് പിന്നെ ദോശയും സാമ്പാറും മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇക്ക ദോശയും സാമ്പാറും കോഫിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയായിരുന്നു ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം വാങ്ങിച്ചിട്ട് ബീഫ് വാങ്ങിക്കാൻ പോയി. ഇവിടെ വന്നിട്ട് നല്ല ബീഫ് കഴിക്കുന്നത് ഇന്നാണ്. കാരണം ബീഫെന്ന് പറയുന്ന സാധനം ലുലുന്നൊന്നും പോയി വാങ്ങിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ലുലുവിൽ ഫ്രോസൺ ബീഫ് നല്ലതാണ്. പക്ഷേ അല്ലാണ്ട് ലുലുവിൽ ഫ്രഷ് ബീഫ് വെച്ചേക്കുന്നത് വാങ്ങിച്ച് കഴിക്കാനേ കൊള്ളത്തില്ല. ഭയങ്കര ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പ് സാധനം, ടേസ്റ്റേ ഇല്ല. ബീഫൊക്കെ മരിച്ചിട്ട് എത്ര വർഷമായി എന്ന് തോന്നുന്നു അത് കഴിക്കുമ്പോൾ, ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത സാധനം. പക്ഷേ ഫ്രോസൺ ബീഫ് അത്യാവശ്യം നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നു. പച്ചക്കറി എന്ന് പറഞ്ഞാൽ സവാള, പൊട്ടാറ്റോ, മല്ലിയില ഇതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നമ്മൾ കാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാറ് വന്നു. പിന്നെ നമ്മൾ കാറിൽ കയറി നേരെ വീട്ടിലോട്ടാണ് വന്നത്. കാരണം സയ്യുനെ കൊണ്ടുപോകാതെ പോയത്. നമ്മൾ പോകാറിറങ്ങിയപ്പോൾ സയ്യു നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് പിന്നെ അവനെ കൊണ്ടുപോകാതെ ഞാനും കൈ മാത്രമായിട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.